അപ്പോൾ രാവിലെ തന്നെ പിള്ളേരെയും കെട്ടിയവനെയും കുട്ടികളൊക്കെ പെറുക്കി സ്കൂളിലും ജോലിക്കൊക്കെ വിടുന്നതിൻ്റെ കുറച്ച് തിരക്കും കുറച്ച് ഓട്ടമാണ് ഈ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ക്ഷമയോടെ കണ്ട് കമൻ്റൊക്കെ രേഖപ്പെടുത്തും. വെൽക്കം ടു അവർ ചാനൽ. ആയിരുന്നു പ്ലാൻ ചെയ്തത്, പക്ഷെ രാവിലെ ദോശയും സാമ്പാറും ആക്കി പ്ലാൻ മാറ്റി. ഇടയ്ക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് കുറേ ആയി ഇഡ്ഡലി സാമ്പാറും ഉണ്ടാക്കിയിട്ട് എന്ന് വിചാരിച്ചിട്ടാണ് ദോശ സാമ്പാർ ഇഡ്ഡലി സാമ്പാർ പ്ലാൻ ചെയ്തത്. പക്ഷെ ഇപ്പം അങ്ങനെ ഇഡ്ഡലി പുതിയ ആർക്കും വേണ്ട. പിന്നെ ദോശ തന്നെ രണ്ടുണ്ട് ഗുണം. സാമ്പാർ വെച്ച് രാവിലെ സ്കൂളിൽ കൊണ്ടുപോകാൻ ചോറിൻ്റെ രാവിലെയും കഴിക്കാം. ഇങ്ങനെ നല്ല മഴക്കോളമുണ്ട് കേട്ടോ. എല്ലായിടത്തും നല്ല കോളം കൊണ്ട് നിൽക്കുന്നു. പെയ്യുമോ പിള്ളേര് പോകുമ്പോൾ പെയ്യാനായിരിക്കും സത്യം പറഞ്ഞു. ഇത് വായനാ ദിനമാണ്. പോസ്റ്ററൊക്കെ തയ്യാറാക്കണം എന്നൊക്കെ പറഞ്ഞത് ഇന്നലെ രാത്രി 9 മണിക്കാണ്. പിന്നെ ഞാൻ വിചാരിച്ചു രാവിലെ ഉണ്ടാക്കി കൊടുക്കല്ല, സ്വന്തമായിട്ട് ചെയ്യുക. കാലിനെ വിളിച്ചെഴുന്നേൽപ്പിക്കുന്നത് വലിയൊരു ടാസ്ക്കാണ്. കുട്ടി വിളിച്ചെഴുന്നേൽക്കില്ല. രാത്രി പറഞ്ഞു ഞാൻ രാവിലെ വിളിച്ചാൽ ഞാൻ രാവിലെ എഴുന്നേക്കണം. പക്ഷേ ടേസ്റ്റ് ഉപ്പിട്ടിട്ട് പച്ചക്കറി വെള്ളത്തില്ല വരുന്നുണ്ട് കിട്ടുന്നുണ്ട്. കുറച്ച് ഉപ്പിട്ടിട്ട് നമുക്ക് മാറ്റി പോകാൻ ക്ലാസ്സിലായി. കുക്കർ വികലാനായി പല പാഴ്സായി. നമുക്ക് ഇത് ഫിറ്റ് ചെയ്തിട്ടുള്ള സാമ്പാറൊക്കെ ദൈവമേ കത്തോ. ഞങ്ങൾ നല്ല വിചാരിച്ചു.
അങ്ങനെ സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ് നമുക്ക് കുക്കറിനകത്തോട്ട് തട്ടി കൊടുക്കാം. ആദ്യം തന്നെ ഞാൻ പരിപ്പ് കഴുകിയിട്ടിട്ടുണ്ട് കുക്കറിൽ കേട്ടോ. അത് ഞാൻ എടുക്കാൻ വിട്ടുപോയതാണ്. നേരെ ഗ്യാസിലോട്ട് പിടിച്ച് വെച്ച് കുറച്ച് സാമ്പാർ പൊടി ഇട്ട് കായപ്പൊടിയൊക്കെ ഇട്ടാൽ പണി കഴിഞ്ഞ് അത് അവിടെ നിന്ന് വിസിലടിച്ച് വെന്തോളൂ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് എനിക്ക് വേറെ കുറേ പണികളുണ്ട്. പാറുവിന് ഇന്ന് വായനാ ദിനത്തിന് ഞാൻ നേരത്തെ പറഞ്ഞ പോസ്റ്റർ ഉണ്ടാക്കി കൊടുക്കണം. പിന്നെ ഇതിനെ എല്ലാം വിളിച്ച് ഇരുത്തി കഴിപ്പിച്ച് ഇതൊക്കെ വലിയൊരു ടാസ്ക്കാണ്. അപ്പോൾ ദോശ ചുട്ട് സാമ്പാറും റെഡിയാക്കി വെച്ചിട്ട് ഇതിൻ്റെയൊക്കെ പുറകെ പോകാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനീ നിൽക്കുന്നത്. ഓരോന്നിങ്ങനെ പ്ലാൻ ചെയ്ത് പിന്നെ രാത്രി ഞാൻ കുറച്ച് ചിക്കൻ കറി വെച്ചിട്ടുണ്ട്. അത് നമ്മുടെ നാടൻ കോഴിയാണ് കേട്ടോ. അതങ്ങനെ കുക്കറിലാണ് വേവിച്ച് വെച്ചിട്ടുണ്ടത്. അപ്പോൾ അത് കറി ഇരിപ്പുള്ളത് കൊണ്ട് തന്നെ എനിക്കിന്ന് വലിയ പണികളൊന്നുമില്ല. അപ്പോൾ ചോറ് കൊണ്ടുപോകുന്നില്ല എന്ന് പറഞ്ഞ കാശി. അപ്പോൾ പാറുവിന് മാത്രം ഇന്ന് ചോറ് കൊടുത്തു വിട്ടാൽ മതി. അവൾക്ക് പിന്നെ സാമ്പാറെന്ന് പറഞ്ഞാൽ ഭയങ്കര ജീവനാണ്. അവൾ സാമ്പാറും ചോറും പിന്നെ ഒരു മുട്ട വറുത്ത് കൊടുത്തിട്ടാൽ മതി കേട്ടോ. അവൾക്ക് ചിക്കൻ കറി വേണമെന്ന് ചോദിച്ചിട്ട് വേണം കൊടുക്കാൻ. കാരണം 2-3 ദിവസം കൊണ്ട് ചിക്കൻ ബീഫും ഒക്കെ ഉണ്ടായതുകൊണ്ട് കൊച്ചിന് അങ്ങനെ വലിയ താല്പര്യമൊന്നും ഇല്ല. അങ്ങനെ അവൾക്ക് 2-3 ദിവസം ആകുമ്പോൾ ഇതൊക്കെ അങ്ങ് മടുപ്പാണ്. മീൻ കറിയാണ് കുഞ്ഞിൻ്റെ ഭയങ്കര ഫേവറേറ്റ്. അങ്ങനെ ദോശപാത്രമൊക്കെ ഞാൻ പിടിച്ച് വെച്ചു കേട്ടോ. കാരണം കാശി ഇപ്പോൾ ട്യൂഷൻ കഴിഞ്ഞ് വരും. അവൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു ക്ഷമയും തരൂല. കാരണം അവൻ ഇങ്ങനെ ചായ ഒന്നും കുടിക്കാതെ രാവിലെ വെറും വയലിലാണ് ട്യൂഷന് പോകുന്നത്. അപ്പോൾ വന്നു കഴിഞ്ഞാൽ ആശാന് ഭയങ്കര വിശപ്പാണ്. പെട്ടെന്ന് തന്നെ കഴിക്കാൻ കിട്ടണം. അതാണ്. അപ്പോൾ അതുകൊണ്ട് ആ പുറകെ എനിക്ക് പാറുവിനെയും കഴിക്കാനൊക്കെ ഇരുത്താൻ പിടിച്ച്. അല്ലെങ്കിൽ കുറേ ലേറ്റ് ആവും. 8 മണിക്ക് 9 മണിക്കൊക്കെ കട തുറന്നുകൊണ്ടിരുന്ന ചേട്ടൻ ഇപ്പോൾ 9:30 ഇവിടുന്നേ പോകുന്നത്. പാറുവിനെയും കൊണ്ട് പോകാൻ വേണ്ടിയിട്ട് ഇരുന്നിരുന്ന് അങ്ങനെ ഭയങ്കര ലേറ്റായിപ്പോയി പുള്ളിക്കാരൻ. അല്ലെങ്കിൽ ചേട്ടനാണ് രാവിലെ പാറുവിനെ കൊണ്ടുവിടുന്നത്. വൈകിട്ട് മാത്രം വിളിക്കുന്ന ഡ്യൂട്ടി ഉള്ളായിരുന്നു എനിക്കിപ്പോൾ. അപ്പോൾ ഈ വർഷം എനിക്ക് ആ ഡ്യൂട്ടി ഇല്ല കേട്ടോ. നമ്മുടെ ഇവിടെ തന്നെ ബസ് വരുന്നത് കൊണ്ട് അങ്ങനെ അതിൽ കയറി പാറുവിങ് വന്നോളും. വിളിച്ചുണർത്തി ഇരുത്തിയേക്കുന്ന ഭാഗമാണ് ആ കാണുന്നത്. അങ്ങനെ രാവിലെ വിളിച്ചുണർത്തി സെറ്റിയിൽ 2 മണിക്കൂർ റെസ്റ്റ് എടുത്ത ശേഷം അവിടുന്ന് പൊങ്ങത്തുള്ളൂ. അപ്പോൾ രാവിലെ അവരുടെ സ്കൂൾ ബസ് പോകുന്നതെന്ന് ഞാൻ പാറുവിനോട് പറയാം കേട്ടോ. ഇവിടെ എണീറ്റ് കിടക്കുന്നുള്ളൂ. ബസ്സിൽ പോകേണ്ട പിള്ളേരൊക്കെ ഒരുങ്ങി പോകുന്നുണ്ട്. ഇവിടെ നമ്മൾ കൊണ്ടുവിടുന്നത് കൊണ്ട് ആ ഒരു കാര്യം ലാഭമായതുകൊണ്ട് അങ്ങനെ ഇവിടെ ഇന്ന് റെസ്റ്റ് എടുക്കാമല്ലോ. പിന്നെ അജയുടെ രാവിലെ പുല്ല് പറിക്കലും അങ്ങനെ പണിയിലാണ്. പിന്നെ നമ്മുടെ വായനാ ദിനത്തിൻ്റെ പോസ്റ്റർ റെഡിയാക്കി കൊണ്ടുള്ള ചോറും കറിയും ഒക്കെ വെള്ളമൊക്കെ ഞാൻ തണുക്കാൻ ഡൈനിങ് ടേബിളിൽ വെച്ചിട്ടുണ്ട്. പാറുവിൻ്റെ സ്കെച്ചും സാധന സാമഗ്രികളൊക്കെയാണ് ഇവിടെ നിരന്ന് കിടക്കുന്നത്. ഇനി ഇവരിവിടുന്ന് പോയി കഴിയുമ്പോൾ ഒരു അംഗമാണ് ഇത് അടുക്കി പെറുക്കാനായിട്ട്. പാറു കഴിക്കാൻ വേണ്ടി ഇരിക്കുകയുണ്ടോ. 2 മണിക്കൂർ ഇവിടെ നിന്ന് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. സമയം ഇത്രയായി. അയലത്തുള്ളവർക്ക് നല്ല എളുപ്പമാണ് കേട്ടോ. ഇവിടെ സമയം പറയുന്നുണ്ട്, അവർക്ക് ക്ലോക്കിലൊന്നും നോക്കണ്ട. അപ്പം അങ്ങനെ പിള്ളേരെയും കിട്ടിയവനെല്ലാം പറഞ്ഞു വിട്ടിട്ട് ഞാൻ ഇരുന്ന് കാപ്പി പിടിക്കുകയാണ്. അപ്പം എല്ലാത്തിനെയും പറഞ്ഞു വിട്ട് സ്വസ്ഥം ഗ്രഹഭരണം ഫുഡ് വയ്ക്കാൻ പോകുന്നു. ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യണം. 9:30 എന്തോ കഴിഞ്ഞു കേട്ടോ.